ശബരിമല പെരുമയും ആത്മീയതയും ഒത്തുചേരുന്ന ഒരു പുണ്യസ്ഥലം. 1998-99 കാലയളവിൽ ശബരിമലയുടെ ദ്വാരപാലകർ, വാതിലുകൾ, ശ്രീകോവിലിന്റെ ലിൻഡലുകൾ എല്ലാം സ്വർണ്ണപ്പാളികളാൽ അലങ്കരിച്ചു. 2019 കാലയളവിൽ ഈ പഴയ സ്വർണ്ണപ്പാളികൾ മാറ്റി, അതായത് റിനോവേഷൻ എന്ന പേരിൽ പുതു പ്ലേറ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ പഴയ പാളികൾ സുരക്ഷിതമായി സൂക്ഷിക്കണം എന്നായിരുന്നു നിയമം. ഇവിടെയാണ് വലിയ കഥ തുടങ്ങുന്നത്. അതിനുശേഷമുണ്ടായ ഓഡിറ്റിംഗിലും ഇന്റേണൽ എൻക്വയറിയിലും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. നീക്കം ചെയ്ത സ്വർണ്ണപ്പാളികളുടെ വലിയൊരു ഭാഗം കാണാതായി. 1-2 കഷ്ണമല്ല, കിലോ കണക്കിന് സ്വർണമാണ് കാണാതായതെന്ന് റിപ്പോർട്ട്. 2019 ഒക്ടോബറിൽ കേരള ഹൈക്കോർട്ട് ഈ കേസിനെ തീവ്രമായ ക്രിമിനൽ ഗൗരവത്തിലുള്ള കാര്യമെന്ന് വിലയിരുത്തി. അങ്ങനെ കോടതി SITയെ രൂപീകരിച്ചു. SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പൂർണ്ണ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഉത്തരവിട്ടു. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് ഒരു വലിയ നെറ്റ്വർക്കാണ്. കേസിന് പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉയർന്നു. CPM സർക്കാർ അന്വേഷണം കൈകാര്യം ചെയ്യുന്ന രീതി ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ വിപക്ഷം CBI എൻക്വയറിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മുടെ ശബരിമല വിശ്വാസമല്ലാതെ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രമായി മാറി. 2025 നവംബറിൽ ED മണി ലോണ്ടറിംഗ് ആംഗിൾ അന്വേഷിക്കാൻ വേണ്ടി നടപടിയെടുത്തു. സ്വർണം ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോയോ അതോ ആരെങ്കിലും കൊണ്ട് വാങ്ങിച്ചു? ഇപ്പോഴും ഈ ചോദ്യം ബാക്കിയാണ്. ഭക്തരെ ഏറ്റവും വേദനിപ്പിച്ച വാർത്ത എന്ന് പറഞ്ഞാൽ സ്വർണം നഷ്ടപ്പെട്ടതല്ല. ആണോ? അല്ല, ഭഗവാന് കാണിക്കയായിട്ട് അർപ്പിച്ച കാര്യത്തിൽ കള്ളക്കളി നടന്നു എന്നതിലാണ്. ശബരിമല നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. അവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം. നീതിയും ഉത്തരവാദിത്വവും വിജിലൻസും ഇതിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇതിനോട് തന്നെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. 2018 സുപ്രീം കോർട്ട് സ്ത്രീ പ്രവേശനം അനുവദിച്ചു. അങ്ങനെ അമ്പലത്തിൽ പോവാൻ താല്പര്യമുള്ള സ്ത്രീകളെ അന്നത്തെ സർക്കാരായ CPM അമ്പലത്തിൽ കയറ്റി. അതിനെ ചൊല്ലി ഒത്തിരി പ്രതിഷേധങ്ങളും വിവാദങ്ങളും കേരളത്തിൽ രൂപപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയും സ്ത്രീ വിവാദവും ചേർന്നപ്പോഴും കേരളത്തിലെ വിശ്വാസികൾ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, ശബരിമലയുടെ പരിശുദ്ധിയും വിശ്വാസവും സംരക്ഷിക്കപ്പെടുമോ എന്നാണ്. വിശ്വാസത്തിനും സ്വർണത്തിലും രാഷ്ട്രീയത്തിനും മുകളിൽ സത്യവും നീതിയുമാണ് വേണ്ടത്.